ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം ദിവസത്തിന് ശേഷം നമ്മുടെ ഒരു ക്ലീനിങ് വ്ലോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ഒന്ന് തൂത്ത് എല്ലാം ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ജനലുകളും കതകുകളും ഒക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളിനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ വീട്ടിലെ. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം, നമ്മുടെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം. കുറച്ച് ദിവസം കൂടെ നമ്മളിനി ഈ വീട്ടിലുള്ളൂ. നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ വേറെ സ്ഥലത്താണ്. അതൊക്കെ വഴിയേ പറയാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ മെയിൻ വ്ളോഗെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറേ പേര് ക്ലീനിങ് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നറിയാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കേട്ടോ. ക്ലീനിങ് ചെയ്യുന്ന ടൈമൊക്കെ ഞാൻ വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ക്ലീനിങ് നടക്കും, വീഡിയോ എടുക്കലും നടക്കും, എല്ലാം കൂടി നടക്കും. അപ്പം നീലൂട്ടനും ചേട്ടായും പോയിട്ടുണ്ട് കേട്ടോ. നീലൂട്ടൻ അംഗൻവാടി പോയി, ചേട്ടായി ജോലിക്ക് പോയി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കണ്ടല്ലോ, ക്ലീനിങ് കൂടെ ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ വീഡിയോയും കൂടി അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബെഡെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് ബെഡ്ഷീറ്റെല്ലാം മടക്കി ബെഡിൽ തന്നെ അങ്ങ് വിരിച്ചിടുക കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് 3 ബെഡ്ഷീറ്റാണ് ഉള്ളത്. മൊത്തത്തിൽ 4 ബെഡ്ഷീറ്റുണ്ട്. ഒരെണ്ണം വിരിക്കാനും പിന്നെ 3 ഞങ്ങൾക്ക് 3 പേർക്കും പുതയ്ക്കാനും. പുതയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അമ്മാതിരി ചൂടാണേ. പിന്നെ നീലൂട്ടൻ്റെ സൈക്കിള് എവിടെ വേണമെങ്കിലും കാണും ഈ വീട്ടിൽ. പുറത്തിട്ട് ചവിട്ടാനായിട്ട് പറ്റാത്തത് കൊണ്ട് വീട്ടിനകത്ത് എവിടെ റൂമിലോ ഹാളിലോ എവിടെ വേണമെങ്കിലും അവൻ്റെ സൈക്കിള് കാണും. പിന്നെ ഇത് നമ്മുടെ തയ്യൽ മെഷീനാണ്. അതിൻ്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. എന്താ പറയുക, എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. റോസ് വാട്ടർ, ഐലൈനർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഞാൻ എടുത്തു വെച്ച പേഴ്സിലാണ് കേട്ടോ അതെല്ലാം ഞാൻ എടുത്തു വെക്കുന്നത്. പിന്നെ നമ്മുടെ മിക്സി ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. അടുക്കളയിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അരയ്ക്കുന്നതൊക്കെ. പിന്നെ തിരിച്ചങ്ങ് എടുത്തുകൊണ്ട് പോകത്തില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കണ്ടല്ലോ. അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ തൂക്കാനായിട്ട് പോയി. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ എല്ലായിടവും തൂത്ത് തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ തുടയ്ക്കുന്നില്ല, തൂക്കുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് തൂക്കുന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ജനലിൻ്റെ കമ്പികളും എല്ലാം ഒന്ന് വെള്ളം നനച്ച് തുണി വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, കുറേ ദിവസമായി ജനലൊക്കെ തുടച്ചെടുത്തിട്ട് നല്ല പൊടിയുണ്ട്. പൊടി കയറിയിട്ട് നീലൂട്ടനാണെങ്കിൽ അത് ജനലിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കതകും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ എഴുതി കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട്. കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയ്ക്ക്. അപ്പോൾ അതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം മെയിനായിട്ട് ക്ലീനിങ് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ബാത്റൂം അല്ല നമ്മുടേത്. എന്താ പറയുക, അത്ര സ്പേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും എൻ്റെ കൈവശം ഇല്ല കേട്ടോ. അതൊക്കെ പിന്നെ എന്താ പറയുക, അതൊക്കെ റെഡി ആവുമ്പം ഞാൻ വ്ളോഗുകളിൽ ക്ലീനിങ് എല്ലാം A to Z കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കതക്. ഇത് നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറുന്നതിൻ്റെ അവിടുത്തെ കതവ്. പിന്നെ ഇപ്പുറത്തത് നമ്മുടെ അടുക്കളയിലോട്ട് കയറുന്ന കതവ്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു കതകെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് തുടച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയുക, എല്ലാം ക്ലീനാക്കി എപ്പോഴും ക്ലീനായിട്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടും ഇരിക്കുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യവുമല്ല. ഞാൻ അങ്ങ് ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കിടപ്പാവും. ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങ് ചെയ്യും, ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അങ്ങനൊരു അവസ്ഥയിലാണ്. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് ചെയ്യും. പക്ഷേ
പിറ്റേ ദിവസം ഞാൻ എണീക്കത്തില്ല, കിടപ്പിലായി പോവും, ആ ഒരു അവസ്ഥയിലായി പോവും. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. ഇന്നിതാ ഹാള് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹാളും പിന്നെ നമ്മുടെ അലമാര ദാ ഈ ഒരു കുഞ്ഞു റൂമിലായിട്ടാണ് വെച്ചേക്കുന്നത്. കുറേ നാൾ നമ്മുടെ ബെഡ്റൂമിലായിരുന്നു. പിന്നെ അവിടുന്ന് ബെഡ്റൂമിൽ കുറച്ച് സ്പേസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൂമിലോട്ട് അലമാര ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുറത്ത് ഇടാൻ കൊണ്ടുവന്ന തുണികളെല്ലാം അതിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി അലമാര ഫുള്ളൊന്നും തുടച്ചിട്ടില്ല കേട്ടോ. ഫുള്ള് തുടയ്ക്കുന്നത് പിന്നെ അത് നീക്കിയും ഒക്കെ ഒരുപാട് സാധനങ്ങൾ അലമാരയുടെ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്, നമ്മുടെ ഹാളിലോട്ട് കയറുന്ന ഫ്രണ്ട് ഡോർ. ഇതാ അതും ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.